ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സുർമി വേൾഡ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ ഈദല്ലേ, എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മൈലാഞ്ചിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈദൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഈദിൻ്റെ തലേ ദിവസം തന്നെ മൈലാഞ്ചി ഇടാറുണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ തന്നെ നമ്മൾ എളുപ്പത്തിൽ മൈലാഞ്ചി ഉണ്ടാക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുള്ളായ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാനിത് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇതിനായി ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂണോളം ചായപ്പൊടി ചേർത്തെടുക്കുക. നിങ്ങൾക്ക് ഏത് ചായപ്പൊടിയും വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ മൈലാഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് ഒരു ടിന്നാണ്. ടിന്ന് നിങ്ങൾക്ക് വലുതോ ചെറുതൊക്കെ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. നിങ്ങളതിന് വേണ്ടി പുതിയ ടിന്നൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, പഴയ ടിന്നെടുത്താൽ മതി. കാരണം അതിൽ കുറേ കറൊക്കെ പിടിക്കും. പിന്നെ ആ ടിന്ന് നിങ്ങൾ മൈലാഞ്ചി മാത്രം ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഞങ്ങളിവിടെ എടുത്തിട്ടുള്ള ഒരു ചെറിയ ടിന്നാണ്. നിങ്ങളുടെ അടുത്തുള്ള സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും കൂടുതൽ നല്ലത്. ഈ ഒരു ടിന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് ചായപ്പൊടി അതുപോലെ തന്നെ ഷുഗറിൻ്റെ മിക്സ്, ആ മിക്സ് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്തെടുക്കാം. അത് സൈഡിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മളിത് സൈഡിലോട്ടൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് സെൻറ്റർ ഭാഗത്ത് ആകരുത്. ഇനി അഥവാറ്റായാൽ അതൊന്ന് ക്ലീൻ ആക്കി എടുക്കുക. ഇപ്പോൾ ഞാൻ ഇതിലോട്ട് നമ്മുടെ ചെറിയ ടിന്നൊന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഹാഫ് ഭാഗം വെള്ളം നിറച്ച ബൗള് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ ലോ ഫ്ലെയിം ആക്കി വെക്കണം. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് നോക്കുക. അപ്പോൾ ആ ഒരു വാട്ടറിൽ ചെറിയ ചെറിയ ബബിൾസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ബബിൾസ് വരുമ്പോഴായിരിക്കും നമ്മളുടെ മൈലാഞ്ചി റെഡി ആയി എന്നുള്ളൊരു സിഗ്നൽ നമുക്ക് കിട്ടുക. പിന്നെ ഇത് കരിഞ്ഞ് സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ നല്ലോണം. പക്ഷെ നിങ്ങൾ കരിഞ്ഞ സ്മെൽ ഉണ്ടായെന്ന് വിചാരിച്ചത് തുറന്ന് നോക്കാൻ നിൽക്കരുത്. ആ ചെറിയ ബബിൾസ് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം, എന്നിട്ട് തുറന്നാൽ മതി. ഇപ്പോൾ ആ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ ഇത് തുറന്ന് നോക്കേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മളുടെ മൈലാഞ്ചി അടിപൊളിയായി ഈ ചെറിയ ടിന്നിനുള്ളിൽ നമുക്ക് അടിപൊളിയായി മൈലാഞ്ചി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ആവി വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. അങ്ങനെ മൈലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിവിടെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഷുഗറും ചായപ്പൊടിയും കൂടിയും അളവ് കുറച്ച് കൂട്ടിയാൽ മതി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ. ഈ ഒരു ക്വാണ്ടിറ്റീൻ്റെ നെയിൽസും ഇടാനാണെങ്കിൽ മതിയാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഉൾഭാഗത്തൊക്കെ കൈയിൻ്റെ ഉൾഭാഗത്തൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് കുറച്ച് മൈദ ആഡ് ചെയ്യുക. കുറച്ച് ചേർത്തെടുത്താൽ മതി, കൂടുതൽ ചേർത്തെടുക്കരുത്. എന്നിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തതിന് ശേഷം ചേർത്തെടുത്താൽ മതി. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊരു രൂപത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഞാനിതൊന്ന് നെയിൽമെട്ടൊന്ന് കാണിച്ചു തരാം. ഈ മൈലാഞ്ചി തന്നെ എനിക്ക് 2 പ്രാവശ്യം ഇടാനുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഉമ്മച്ചിക്കും കൂടി 2 പ്രാവശ്യം ഇടാനുണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ ഇത് 4 പ്രാവശ്യം ഇടാനുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ആദ്യം ഇടുമ്പോൾ ഒരു മഞ്ഞ കളറായിരിക്കും. പിന്നെ നിങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം ഇടുമ്പോൾ അത് നല്ല കളർ നമുക്ക് കിട്ടുന്നതാണ്. 2 പ്രാവശ്യം ഇട്ടാൽ മതി, എന്നാൽ തന്നെ നല്ല ചുവപ്പ് കളർ നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെ എല്ലാ ഫിംഗേഴ്സും ഇട്ടിട്ടുണ്ട്. സംഭവം നല്ല അടിപൊളിയാണ്. അങ്ങനെ മൈലാഞ്ചി കൂരിയിട്ടുണ്ട്. ഇതാ നല്ല കളർ വന്നിട്ടുണ്ട്. 2 പ്രാവശ്യം ഇട്ടപ്പോൾ തന്നെ ഇത്രയും നല്ല കളർ നമുക്ക് കിട്ടി. ഇത്തവണത്തെ ഈദ് നിങ്ങൾ മൈലാഞ്ചി ഇല്ലാതെ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ മൈലാഞ്ചി ഉണ്ടാക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ കമൻറ്റുകളൊക്കെ അറിയിക്കുക. പിന്നെ ആരെങ്കിലും ഇതുവരായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാനിത് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, ബൈ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈദ് മുബാറക്.